അതിഥി ഇപ്പോൾ ഉണ്ട്. ആ അതിഥിയിലേക്ക് നമുക്ക് പോകാം. രമേശി, അപ്പം എങ്ങനെ പോകുന്നു കലോത്സവമൊക്കെ? ഈ 3 ദിവസം കൊണ്ട് ഇവിടെ ഉണ്ട്. വളരെ ഗംഭീരമായിട്ട് പോകുന്നു. കോഴിക്കോട് അക്ഷരാർത്ഥത്തിൽ കലയിൽ മുഴുകിയിരിക്കുകയാണ്. വളരെ ആവേശമാണ്. വർദ്ധിച്ച ആവേശത്തോടു കൂടി തന്നെ സ്വീകരിക്കുന്നു. അപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളൊക്കെ എനർജി എന്ന് പറയുന്നത് വെള്ളമാണ്. കുടിവെള്ളം എന്ന് പറയുന്നത് ഭയങ്കര എനർജിയാണല്ലോ. അപ്പോൾ ഒരു വ്യത്യസ്തമായിട്ടാണ് ഇത്തവണ കുടിവെള്ളം ഞങ്ങൾക്ക് നൽകിയത്. വിജയിലാണ് നൽകിയത്. അപ്പോൾ അതിൻ്റെ ഒരു ആശയം എങ്ങനെയാണ് വന്നത്? തീർച്ചയായിട്ടും ഞങ്ങളിങ്ങനെ ആലോചിച്ചപ്പോൾ, കമ്മിറ്റി കൂടി ആലോചിച്ച സമയത്ത് വ്യത്യസ്തമായി, എന്തായാലും പ്ലാസ്റ്റിക് ഒഴിവാക്കി വളരെ വ്യത്യസ്തമായിട്ട് ഈ കലാമേളയെ മാറ്റണം. അത് മാത്രമല്ല, അടുത്ത വർഷങ്ങളിലേക്കും ഇതൊരു മാതൃകയാക്കിയിട്ട് ഈ മേളയെ കൊണ്ടുപോകണം എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷൻ, അതിൻ്റെ ഒരു ശില്പിയും കൂടി മാഷും കൂടെയാണ് ഇതിനകത്ത് പ്രധാന റോൾ വഹിച്ചത്. മാഷ് പാലക്കാട് പോയി ഇതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചു, അവിടെ ഓർഡർ കൊടുത്തു. എന്നിട്ടാണ് ഈ കൂജയിലേക്ക് ഞങ്ങൾ എത്തിയത്. എത്ര പൂജകളാണ് ഓർഡർ ചെയ്തത്? ഞങ്ങൾ ടോട്ടൽ 500ഓളം കൂജകളാണ് എത്തിയിട്ടുള്ളത്. കൂജകൾ മാത്രമല്ല, അത് ഒഴിച്ചു കൊടുക്കുന്ന ഗ്ലാസ്, എത്ര കൂടുതലായിട്ടുള്ള ഗ്ലാസ് പാലക്കാട് ലഭ്യമാകുന്നുണ്ട്. സൂറത്തിൽ നിന്നാണ് ഗ്ലാസ് 6000ഓളം ഗ്ലാസുകൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജഡ്ജസിനും ഒഫീഷ്യൽസിനും ഒക്കെ വേണ്ടി മണ്ണിൻ്റെ ജഗ്ഗുകൾ, അതും 500ഓളം ജഗ്ഗുകൾ, അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും. അപ്പം നമുക്ക് മനസ്സിലാവുന്നത്, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കലോത്സവ വേദികളിൽ ടോട്ടൽ 2000 ബോട്ടിൽ വെള്ളമായിരുന്നു ചിലവായിരുന്നതെങ്കിൽ ഈ വർഷം ഒരു ദിവസം തന്നെ ആ 2000 ബോട്ടിൽ ചിലവാകുന്ന ഒരു അവസ്ഥയിലേക്ക് സമൂഹം ഏറ്റെടുത്തു എന്നുള്ളതാണ്. അത് പ്രകൃതിയുമായി ഇണങ്ങിച്ചേരുന്ന ഈ ഒരു സംഭവം സമൂഹം ഏറ്റെടുത്തിരിക്കുകയാണ്. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എല്ലാവരും ഈ ഒരു വിഷയത്തോട് വളരെ പരിപൂർണമായി സഹകരിക്കുന്നു. ഈ ഒരു വിഷയം ഞങ്ങൾക്ക് ഈ രൂപത്തിൽ നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് സഹായകരമായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ MLA രമാ മേഡത്തിൻ്റെ സപ്പോർട്ട്, അതുപോലെ തന്നെ ഒഡീസിയ എന്ന സ്ഥാപനം കൂടിയാണ് ഞങ്ങൾക്ക് ഇതിനു വേണ്ടിയിട്ട് എല്ലാ സഹായവും നൽകിയിട്ടുള്ളത്. അതെ ചേച്ചി, പിന്നെ കലോത്സവത്തിൻ്റെ ഓർമ്മകൾ വരുവാണെങ്കിൽ പഴയ കാലത്തിലേക്ക് തിരിഞ്ഞു പോകുന്നില്ല? കാരണം കുട്ടികളുടെ പ്രകടനമൊക്കെ അത്രയും വിസ്മയിപ്പിക്കാറുണ്ട്. തീർച്ചയായിട്ടും. സത്യത്തിൽ ഒരു വേള നമ്മൾ കുട്ടിയായി മാറുന്ന ഒരു സാഹചര്യമാണുള്ളത്. അറിയാതെ അവിടെ ഇരുന്ന് താളം പിടിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് തീർച്ചയായിട്ടും ഏത് മേളയിൽ വന്നാലും പൊതുവെ അങ്ങനെയാണ്. എത്ര പ്രായമുള്ള ആളുകളായി കഴിഞ്ഞാലും നമ്മുടെ മനസ്സ് കുട്ടിയായി മാറും. തീർച്ചയായിട്ടും അതൊരു ആവേശമാണ് കുട്ടികളുടെ കലാമേള. പണ്ട് കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു പ്രസംഗപ്പാട്ട്, അല്ലെ? പ്രകട പ്രസംഗം. നേരത്തെ അങ്ങനെയായിരുന്നു അതിന്റെ പേരുണ്ടായിരുന്നു. മത്സരങ്ങളുണ്ടായിരുന്നു, മോണോ ആക്ട് ഉണ്ടായിരുന്നു, നാടകമുണ്ടായിരുന്നു. എല്ലാ വേദികളിലും ജില്ലാ മേള, സംസ്ഥാന മേള വരെ എത്തിയിട്ടുണ്ടായിരുന്നു കുറേ വർഷങ്ങൾ. പിന്നെ കോളേജിലെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലും ഈ ഒരു പിന്നീടൊക്കെ വഴിമാറി. പിന്നീട് അതൊക്കെ ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക് തിരിഞ്ഞല്ലോ, അതോടുകൂടി മാറി എന്നുള്ളതേ ഉള്ളൂ. അല്ല, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ MK രാഘവൻ MP ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടൊരു പാട്ടൊക്കെ പഠിച്ചിട്ട് വിട്ടത്. അപ്പോൾ ചേച്ചി ഒരു 2 പേരെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി വേണ്ട. അല്ല, അത് ഈ മേളയെ നമുക്ക് ശോഭ കെടുത്തുന്നതായിരിക്കും. അല്ല, ഈ പണ്ടത്തെ ഓർമ്മകളൊക്കെ വരുമ്പോൾ ഒരുപാട് പാട്ടിലല്ലായിരുന്നു, ഞാൻ കൂടുതലായിട്ട് പ്രസംഗം തന്നെയായിരുന്നു. പ്രസംഗവും നാടകമായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട ഐറ്റം. നാടകവും ഓണാക്റ്റും ഒക്കെ ഉണ്ടായിരുന്നു. അതെ, ഇല്ല, ഇന്നലെ പോകാൻ പറ്റില്ല. ഇന്നലെ അടിയന്തരമായിട്ട് ട്രിവാൻഡ്രത്ത് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഇന്ന് പോകേണ്ടി വന്നു. അപ്പൊ ഇന്നൊക്കെ ഇപ്പം പണ്ടൊക്കെ കുട്ടികൾ ആനുകാലിക സംഭവങ്ങളായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം കുട്ടികൾ തന്നെ മാറി ചിന്തിച്ചുകൊണ്ട്. അതെ അതെ, നമുക്ക് അത്ഭുതമാണ് ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിലെ കുട്ടികൾ. അവർ ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്, ഭയങ്കര ബോൾഡാണ്. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് പെൺകുട്ടികൾ നടത്തുക എന്ന് പറയുന്നത് ഭയങ്കര അത്ഭുതമായിരുന്നു. അങ്ങനെ ഞാനൊരു പെണ്ണ് മോണോക്ട് കളിക്കുമ്പോൾ ഭയങ്കര ഒരു ഇതിലായിരുന്നു. ഞാനന്നൊരു സൂചിയുടെ കഥയായിരുന്നു പറഞ്ഞത്. ദൂഷി കാണാനില്ലാത്ത ഒരു വിഷയമായിരുന്നു. 12 മണിയായപ്പോൾ ഒരേ ലെവലുമ്പോൾ ഒരു സൂചി കാണുന്നില്ല എന്നുള്ളൊരു പ്രമേയത്തെ ആസ്പദമാക്കിയിട്ടായിരുന്നു ഒരു മോണോക്ട് എൻ്റെതായിരുന്നത്. അപ്പം അന്നത് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമായിരുന്നു, പെൺകുട്ടികൾ വരിക എന്ന് പറഞ്ഞാൽ. അത് ഓർമ്മയുണ്ടെങ്കിൽ രണ്ടുപേര് പറയെങ്കിലും ഞങ്ങളുടെ, കാരണം ഒരുപാട് പ്രേക്ഷകർ ഇത് കണ്ടുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ ഒരു 2 പേര് അതൊക്കെ ഡയലോഗുകളൊക്കെ മറന്നു. പിന്നെ അത് മാത്രമല്ല, അതിൻ്റെ ഒരു പ്രമേയം മാത്രമേ ഇപ്പം മനസ്സിലുള്ളൂ. വേണ്ട, അതിലേക്ക് കിടക്കണ്ട. പക്ഷെ അതായിരുന്നു ഞാൻ പറയാം, ആ പെൺകുട്ടികൾ വരിക എന്ന് പറയുന്നത് ഭയങ്കര അത്ഭുതമായിരുന്നു. പക്ഷേ നമ്മളൊക്കെ ആ സമയത്തെ എല്ലാറ്റിനും ഇതാക്കി കയറുക, മറികടക്കുക എന്നുള്ള ഒരു ചിന്ത നേരത്തെ ഉള്ളത് കൊണ്ട്, ഒരു വിപ്ലവകാരി നേരത്തെ ഉള്ളിലുള്ളതുകൊണ്ട് അങ്ങനെ വന്നിരുന്നു. പക്ഷേ ഇന്ന് പെൺകുട്ടികൾ വളരെ, കാരണം നമുക്ക് പെൺകുട്ടികളെ പ്രകടനം കാണുമ്പോൾ ഭയങ്കര അത്ഭുതം. അവർ എത്ര മിടുക്കികളായിട്ട് അവർ തന്നെ പ്രമേയങ്ങൾ തിരഞ്ഞെടുക്കുകയാണ്. അതും ആനുകാലികമായ വിഷയങ്ങൾ അവർ പഠിച്ച് അത് തന്നെ പ്രമേയമാക്കിയിട്ട് അവരെടുക്കുന്നു എന്നുള്ളത് ഭയങ്കര പോസിറ്റീവാണ്. ശരിക്കും നമുക്ക് പ്രതീക്ഷ, പെൺകുട്ടികളിൽ ഭയങ്കര പ്രതീക്ഷ നമ്മൾ വരുന്നു. ആ ഒരു കാലഘട്ടം മാറി, പെൺകുട്ടികൾ അടിച്ചമർത്തപ്പെടുന്നു എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിന് പൂർണ്ണമായും മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ആ ഒരു ബോധ്യത്തിലേക്ക് നമുക്ക്, കാരണം അവരത്ര ബോൾഡാണ്, അത്ര അഡ്വാൻസ്ഡ് ആണ്. PK റോസിയുടെ കഥ
കവിതയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഒരു മോണാക്കിലെ ഒരു കുട്ടി അവതരിപ്പിച്ചത്. ആ കുട്ടി ഇവിടെ വരികയും ചെയ്തു. അപ്പോൾ ഞങ്ങളൊക്കെ ഞെട്ടിച്ച് കളഞ്ഞു. കാരണം അത്രയും ഒബ്സർവേഷൻ. അവൾ പി കെ റോസി എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് കേൾക്കുന്നത് പുസ്തകങ്ങളിലൂടെയാണ് കേൾക്കുന്നത്, അല്ലെങ്കിൽ സിനിമയിലൂടെയാണ് അവൾ കേൾക്കുന്നത് വരും. അത്രയും ബോൾഡായി കുട്ടികൾ. അപ്പോൾ ഈ പണ്ടത്തെ മത്സരങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ഗ്രേഡിംഗ് സമ്പ്രദായം പലരും പറയാറുണ്ട്, അതിൻ്റെ നിറം കെടുത്തി എന്ന് പറയാറുണ്ട്. അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അല്ല, അതൊരു സത്യത്തിൽ ഗ്രേഡിംഗ് മറ്റത് തന്നെയായിരുന്നു നല്ലതെന്ന് തന്നെയാണ് എൻ്റെയും ഒരു അഭിപ്രായം. അതിപ്പോൾ ഗ്രേഡിംഗ് ആയാലും മാർക്ക് ഫസ്റ്റും സെക്കൻഡും ആയി കഴിഞ്ഞാലും ഈ ഒരു മത്സരം എല്ലാ കാലഘട്ടത്തിലുണ്ട്. അത് പ്രത്യേകിച്ചും കുട്ടികളല്ല, രക്ഷിതാക്കൾ തമ്മിൽ മത്സരിക്കുക. അപ്പം ഞങ്ങൾ ജില്ലാമേളയിൽ ഇവ കാണാൻ വേണ്ടി കഴിഞ്ഞു. വലിയ വാശി കുട്ടികൾക്കല്ല, രക്ഷിതാക്കൾക്കാണ്. അതാണ് മാറുക. അതിപ്പോൾ ഏത് സമ്പ്രദായം വന്നു കഴിഞ്ഞാലും അതാവും. തീർച്ചയായിട്ടും ഗ്രേഡിങ്ങിൽ അപ്പുറത്തേക്ക് നേരത്തെയുള്ള സംവിധാനമായിരുന്നു നല്ലത് എന്നതാണ് എൻ്റെ വ്യക്തിപരമായി. ഞാൻ അപ്പോഴും ആ ഒരു അഭിപ്രായത്തിൽ നിന്ന ഒരാളാണ്. ഇപ്പോഴും ഞാൻ പറയുന്നത് അതായിരുന്നു നല്ലത് എന്നുള്ളതാണ്. ഈ കലാതിലകവും കലാപ്രതിഭകളും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പം നവ്യ നായർ, മഞ്ജു വാര്യർ ഇവരെല്ലാം തന്നെ സ്കൂൾ കലോത്സവത്തിലൂടെയാണ് വരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു തലമുറയിലേക്ക് ആ കലാതിലകം കലാപ്രതിഭയൊക്കെ എടുത്ത് മാറ്റിയപ്പോൾ ഒരു വലിയ നഷ്ടം തന്നെയല്ലേ? അതെ, തീർച്ചയായിട്ടും. നമുക്ക് അല്ല, ഏതെങ്കിലും ഒരാൾ കലാപട്ടം എന്നുള്ളത് വരരുത് എന്നുള്ളൊരു ആശയത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് വന്നിരിക്കുന്നത്. പക്ഷേ ചില കലാപ്രതിഭകളും കലാപട്ടങ്ങളൊക്കെ ഉള്ളത് നല്ലതാണ് എന്ന് തന്നെയാണ് തോന്നുന്നത്. ഏത് കാലത്തായാലും മത്സരങ്ങൾ എപ്പോഴുമായാലും ഉണ്ടാവും. അപ്പോൾ അതിലൊരു വ്യത്യാസമുണ്ട്. ആരോഗ്യകരമായ മത്സരം ഈ രംഗത്ത് കാഴ്ചവെക്കുക എന്നുള്ളതാണ്. രക്ഷിതാക്കൾ മത്സരത്തിലേക്ക് വരരുത്, കുട്ടികൾ തന്നെ മത്സരിക്കുക. അവരേറ്റവും ആരോഗ്യപരമായി എല്ലാവരും നന്നായി മുന്നോട്ട് വരിക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഏത് കലോത്സവത്തിലും കൊടുക്കാൻ പറ്റുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത്. അപ്പം വളരെയധികം നന്ദിയുണ്ട് ചേച്ചി ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിന്. കേരള വിഷനൊപ്പം സഹകരിച്ചതിന് വളരെയധികം നന്ദി. കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷനാണ് ഇതിൻ്റെ ചുമതല. മാഷ് അതിൻ്റെ പ്രധാനപ്പെട്ട സംഘാടകനും കൂടിയാണ്. ഞങ്ങളെല്ലാം ചുക്കാൻ പിടിച്ചത് മാഷാണ്. അപ്പോൾ മാഷിന് വന്ന സ്ഥിതിക്ക് മാഷ് ഉറുദുവിൽ ഒരു കവിതയോ ഒരു പാട്ടോ എല്ലാം പാടാൻ പറ്റുമോ? ഉറുദുവിൽ പറയുമ്പോൾ നമ്മുടെ ഈ നേരത്തെ മാഡം പറഞ്ഞു, ഈ ഒരു ആശയത്തെക്കുറിച്ച് പറഞ്ഞു. ആ ആശയം എന്ന് പറയുന്നത് ഞങ്ങൾ 6ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ മിട്ടിക്ക ബർത്തൻ സിഹത്ത് കെ ലിയെ അച്ഛാ ഹൈ, മണ്ണിൻ്റെ പാത്രത്തിൽ ഭക്ഷണം പാകം ചെയ്യുന്നത്, അതിൽ വെള്ളം കുടിക്കുന്നതൊക്കെ ആരോഗ്യത്തിന് നല്ലതാണ് എന്നൊരു പാഠഭാഗം ഞങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ മീറ്റിങ്ങിൽ ഇങ്ങനെ ചർച്ച ചെയ്തു, ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കണം, നമുക്കൊരു മാതൃക കൊടുക്കണം സമൂഹത്തിന്. കാരണം ഈ കലോത്സവം എന്ന് പറയുന്നത് കുറച്ച് ആളുകളോ എവിടെയെങ്കിലും ഒതുങ്ങി നിൽക്കുന്നതല്ല, ലോകത്താകമാനം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കലോത്സവമാണ്. ദേശീയയിലെ തന്നെ വലിയൊരു മാമാകമാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ ആശയം കൊടുക്കാൻ പറ്റുക. ആ സമയത്താണ് ഞങ്ങൾക്ക് ഈ ഒരു പാഠഭാഗം കുട്ടികൾക്ക് നമ്മൾ എപ്പോഴും റോൾ മോഡലായിരിക്കണം. നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പ്രാക്ടിക്കലായി അവർക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ആശയം. അതിൽ നിന്നാണ് ഞങ്ങൾക്ക് ശരിക്കും ഈ മൺകൂജ എന്നുള്ള ഒരു ആശയം. പലരും ഞങ്ങളോട് ആശങ്ക പങ്കുവെച്ചു, ഇത്ര ആളുകൾക്ക് നിങ്ങൾ എങ്ങനെ മൺകൂജയിൽ ക്ലാസ്സിൽ, കാരണം മണ്ണിൻ്റെ പാത്രം നമുക്കറിയാം ചെറിയ കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന പോലെ കൈകാര്യം ചെയ്യണം, പെട്ടെന്ന് തന്നെ അത് പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്ര വലിയൊരു ഇവന്റിൽ ഞങ്ങൾക്ക് എങ്ങനെ സാധ്യമാകും എന്നുള്ളതാണ് ശരിക്കും ഞാൻ പറഞ്ഞു. ആ സമയത്തൊക്കെ മേഡത്തിൻ്റെ ആ ഒരു ശക്തമായിട്ടുള്ള ഇടപെടൽ തീർച്ചയായിട്ടും നമ്മുടെ കൃത്യമായ പ്ലാനിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കും. അവിടെ ഞങ്ങൾ കൃത്യമായ വളണ്ടിയേഴ്സ് ഉണ്ട്, NSSൻ്റെയും JRCയുടെയും ഒക്കെ കേഡറ്റുകൾ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ വർക്കുകൾ പൂർത്തീകരിക്കുന്നു. പിന്നെ ഉറുദു ടീച്ചേഴ്സും വളരെ സജീവമായിട്ട്, കാരണം കഴിഞ്ഞ മീഡിയകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം, എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് കലോത്സവ വേദിയിൽ നിന്ന് പിരിഞ്ഞു പോകുന്നത്. കാരണം നല്ലൊരു വെള്ളം കുടിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി പിരിഞ്ഞു പോകുന്ന കാഴ്ച, അത് നമ്മളൊരാൾക്ക് വെള്ളം കുടിച്ച് അവരുടെ സന്തോഷം കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആനന്ദം തന്നെയാണ് ഞങ്ങൾക്കും ഇതിന് സംതൃപ്തി ഉണ്ടാകുന്നത്. പാട്ട് നമുക്ക് പിന്നീട് അവസരത്തിൽ പാടാമെന്ന് മാത്രം പറയാണ്. അപ്പം രണ്ടുപേർക്കും വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു. കേരള വിഷനും എല്ലാവിധ ആശംസകളും ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്നു. ഓക്കെ.